മലപ്പുറം കുറ്റിപ്പുറത്ത് റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ സ്കൂട്ടർ ഓടിച്ചയാൾക്കെതിരെ കേസെടുത്തു. പട്ടാമ്പി തിരുവേഗപ്പുറ സ്വദേശി കുഞ്ഞു മൊയ്തീനെതിരെയാണ് കേസ്. ഇന്നലെ ഉച്ചയ്ക്കാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ സ്കൂട്ടർ ഓടിച്ചെത്തിയത്. വടകരയിൽ അധ്യാപികമാർ ഉൾപ്പെട്ട ലഹരിക്കടത്ത് കേസിൽ മുഖ്യ സൂത്രധാരൻ കണ്ണൂരിൽ പിടിയിലായ ഷിൻഡോ ഷിബു എന്ന പോലീസ്. ഷിൻഡോ ഷിബുവുമായി അധ്യാപികമാർ നിരന്തരം ബന്ധപ്പെട്ടുമെന്നും കണ്ടെത്തൽ. റിയാസ് കെ മാറുണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും ഏറെ ഞെട്ടിച്ചൊരു കേസാണ്. അതിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ് അടക്കമുള്ള അന്വേഷണ സംഘം. ഇപ്പോൾ എന്തായാലും മുഖ്യ സൂത്രധാരൻ ഷിൻഡോ ഷിബു എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. തീർച്ചയായും ഇക്കഴിഞ്ഞ 2-നാണ് ഷിൻഡോ ഷിബുവിനെ എക്സൈസ് സംഘം 23 ഗ്രാമിലധികം MDMA-യുമായി കണ്ണൂരിൽ നിന്ന് തെക്കി ബസാറിൽ നിന്ന് പിടികൂടുന്നത്. അന്ന് ഈ ഷിൻഡോ ഷിബുവിനൊപ്പം തന്നെ മറ്റൊരു യുവതിയും കൂടി ഉണ്ടായിരുന്നു. തൃശൂർ തലപ്പള്ളി സ്വദേശിനി മരിയാറാണി. ഇവരെ തെക്കി ബസാറിലെ ഹോട്ടലിൽ വെച്ചാണ് 23.779 ഗ്രാം MDMA-യുമായി അന്ന് എക്സൈസ് സംഘം പിടികൂടിയത്. അതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 26-നാണ് വടകര ബീച്ച് സ്വദേശി സഫ്വാൻ എന്ന 32-കാരനെ 2 ഗ്രാം MDMA-യുമായി ഈ പോലീസ്, അതായത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടികൂടുന്നത്. സഫ്വാനെ പിടികൂടിയതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്ന് 2 ഗ്രാം MDMA മാത്രമായിരുന്നു പിടികൂടിയതെങ്കിലും മുൻപ് ഒക്കെ ഉള്ള ഒരു അവസ്ഥയിൽ പോലീസ് അല്ലെങ്കിൽ എക്സൈസ് അവിടെ തന്നെ നിർത്തുകയായിരുന്നു പതിവ്. പക്ഷേ ഓപ്പറേഷൻ തൂഫാന്റെ ഒരു നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ തൂഫാന്റെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പ്രത്യേക ചട്ടം എന്ന് പറയുന്നത് പിടിയിലാവുന്ന പ്രതികളുടെ ഫോണും ഒപ്പം തന്നെ സാമ്പത്തിക സ്രോതസ്സും പരിശോധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ സഫ്വാന്റെ ഫോണും സാമ്പത്തിക സ്രോതസ്സും പരിശോധിച്ചപ്പോഴാണ് കീർത്തനയുടെയും ഒപ്പം തന്നെ കാവ്യ, ഒപ്പം തന്നെ നീഷ്മ എന്നീ പേരാമ്പ്ര BRC-യിലെ അധ്യാപികമാരുമായി സാമ്പത്തിക ഇടപാടുകളും ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുള്ളതായി കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ കാവ്യയും ഒപ്പം തന്നെ നീഷ്മയും കീർത്തനയും ഒക്കെ അറസ്റ്റിലായി അവരിപ്പോൾ റിമാൻഡിലാണുള്ളത്. അവരുടെ ഈ ഒരു ഘട്ടത്തിൽ പോലീസ് പരിശോധന നടത്തുമ്പോഴാണ് ഈ മാസം 2-ന് കണ്ണൂരിൽ എക്സൈസിന്റെ പിടിയിലായ ഷിൻഡോ ഷിബുവുമായി ഇവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ഷിൻഡോ ഷിബു സുൽത്താൻ ബത്തേരി സ്വദേശിയാണ്. ഈ കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ഉത്തര മലബാറിലെ ജില്ലകളിൽ എല്ലാം തന്നെ ഇയാളാണ് പ്രധാനമായും രാസലഹരി കടത്തുമായി ബന്ധമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഷിൻഡോ ഷിബു. ഈ ഷിൻഡോ ഷിബുവുമായി ഈ അധ്യാപികമാർക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അധ്യാപികമാരുടെ നിർദ്ദേശപ്രകാരം മറ്റുള്ളവർക്ക് ലഹരി വസ്തു എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഫുഡ് ഡെലിവറി ബോയ് ജിജിൽ കുര്യാക്കോസ്, ഇരിട്ടി സ്വദേശി, ആ ജിജിൽ കുര്യാക്കോസ് ഇപ്പോൾ അറസ്റ്റിലാണ്, റിമാൻഡിലാണ്. ആ ജിജിൽ കുര്യാക്കോസും ഒപ്പം തന്നെ ഷിൻഡോ ഷിബുവും ഈ അധ്യാപികമാരും തമ്മിൽ നിരന്തരം ചാറ്റ് ചെയ്തിരുന്നതായും വീഡിയോ കോൾ ചെയ്തിരുന്നതായും കണ്ടെത്തി. അതായത് കീർത്തനയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ വീഡിയോ കോളൊക്കെ നടന്നിരിക്കുന്നത്. അതിൽ വിദേശ നമ്പറുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു ഈ ഒരു സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഷിൻഡോ ഷിബു ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതേ കേസിൽ തന്നെ മറ്റൊരു യുവതിയും യുവാവിനും കൂടി പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട്. പക്ഷെ അത് അന്വേഷണ സംഘം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു യുവതി കൂടി ഈ കേസിൽ അറസ്റ്റിലാവാനുള്ള സാധ്യത ഏറെയാണ്. മറ്റൊരു കാര്യം, ഈ അധ്യാപികമാർക്ക് പേരാമ്പ്ര BRC-യിൽ എങ്ങനെയാണ് നിയമനം കിട്ടിയത്, അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള അധ്യാപികമാർ ഒരു വർഷമാണ് അവരുടെ കാലാവധി. 2016 ശേഷം ഇത്രയും കാലം തുടർച്ചയായി 10 വർഷത്തോളം അവർക്ക് തുടർച്ചയായി ഇങ്ങനെ BRC-യിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് പ്രധാനമായും അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഇവരുടെ രാഷ്ട്രീയ ബന്ധം അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഇതിൽ തന്നെ കീർത്തനയും നീഷ്മയും ഒക്കെ ഇടത് അധ്യാപക സംഘടനയുടെ ഭാരവാഹികളായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതിൽ തന്നെ പേരാമ്പ്രയിലെ ഈ BRC-യുമായി ബന്ധപ്പെട്ട ഇടത് അധ്യാപക സംഘടനയുടെ കൺവീനർ പദവിയിൽ ഇരുന്നവരാണ് കീർത്തനയും നീഷ്മയും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി സംഘടനയുമായി ബന്ധമില്ല ഇവർക്ക്. അതുവരെയായിരുന്നു അവർക്ക് ബന്ധമുണ്ടായിരുന്നത് എന്ന്
എന്നുള്ള വിവരമാണ് ഇടത് അധ്യാപക സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. പക്ഷേ അത് ഇപ്പോൾ പിടിയിലായപ്പോൾ മാത്രം പറയുന്ന കാര്യമാണ് എന്നുള്ളതാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിടിയിലായിട്ടുള്ള MDMA കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള 3 അധ്യാപികമാരുടെയും രാഷ്ട്രീയ പശ്ചാത്തലം കൂടി അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. അതിനിടെയാണ് ഷിൻഡോ ഷിബു ആണ് ഇതിലെ മുഖ്യ സൂത്രധാരൻ എന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്.